വൈകുന്നേരങ്ങളിൽ 4 മണി സമയത്ത് പാടത്ത് നോക്കി ആസ്വദിച്ച് ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതിന് ഭയങ്കര ഒരു രുചിയുമാണ്. കാറ്റും കിളികളെ സൗണ്ടും കാക്കകളെ സൗണ്ടും കേട്ടിരുന്ന് കുടിക്കാൻ എന്താ രസിച്ചിട്ടാ. ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ചായയാണ് ഉണ്ടാക്കാൻ പോണത്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങോട്ട് ചാടല്ലേ. ഇത് കണ്ട ശംഖുപുഷ്പം, ഇതാണ് ശംഖുപുഷ്പം. ഇതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ബ്ലൂ ചായ ഉണ്ടാക്കാം. കണ്ടില്ലേ? നമുക്കിതിനി പൊട്ടിച്ചെടുക്കാം. അങ്ങനെ പൂ പറിക്കൽ കഴിഞ്ഞ് ഇതാണ് ശംഖുപുഷ്പം എന്ന് പറയുന്ന പൂ. ഇത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണകരം ചെയ്യണ ഒരു പൂവാണ്. ഇതിൽ മഞ്ഞുണ്ട്, വെള്ളമുണ്ട്. നമുക്ക് ഇതിപ്പോൾ നീലയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 3 തരം പൂവാണുള്ളത്. ഇത് ശരീരത്തിനൊക്കെ എല്ലാവരും ഇത് വെട്ടിക്കളയും ചെത്തിക്കളയൊക്കെ ചെയ്യും. ഇതിൻ്റെ ഗുണം അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ആർക്കും ഇതിനെ പറ്റിയിട്ട് അറിയില്ല, ചിലവർക്കറിയാം. അതുകൊണ്ട് ഇത് ഇനി കണ്ട ആരും വെട്ടിക്കളയാൻ പാടില്ല. ഷുഗറിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും ഇത് കിട്ടുമ്പോൾ ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ പൂ പൊട്ടിച്ച് പാചകപ്പുരയിൽ എത്തി. ഇത് നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാം. കുടിക്കണ്ടേ? നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് അടുപ്പത്തിരുന്ന് വെട്ടി തിളക്കട്ട് വെള്ളം. ഇത് ഷുഗറുള്ളവർക്ക്, കവക്കെട്ടുള്ളവർക്ക്, ഉറക്കമില്ലായ്മ ഉള്ളവർക്ക്, വിശപ്പില്ലാത്തവർക്ക്, കൊഴുപ്പുള്ളവർക്ക്, ഇവർക്കൊക്കെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായ കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. വെള്ളം കണ്ടില്ലേ, നന്നായിട്ട് വെട്ടി തിളച്ചിട്ടോ. ഇനി നമുക്ക് ഒരു തലപ്പ് തുളസിയുടെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇനി ഒന്നുകൂടി വെട്ടി തിളച്ച് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇത് ഉണങ്ങി പച്ച ഇല മാത്രമല്ല കേട്ടോ, നല്ല ഉണങ്ങിയ ഇലയും ഇട്ട് കൊടുക്കാവേ. ഉണക്കിയിട്ട് വെക്കുക. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചിട്ട് ഒരു 4-5 പൂ ഉണക്കപ്പൂ എടുത്തിട്ടാലും മതി. ഇത് നമുക്ക് 2 തിളയ്പ്പ് തിളയ്ക്കുകയാണെങ്കിൽ അത് ഒരു 4 തിളപ്പ് തിളക്കണം. അത് ഉണങ്ങിയ പൂവല്ലേ, അതുകൊണ്ട് പച്ചപ്പൂ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കിട്ടണവർ പറിച്ച് പൊട്ടിച്ച് ഉണക്കാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷവും എടുത്ത് ഉണ്ടാക്കുക. കണ്ട കളർ മാറി വരുന്നുണ്ട് വെള്ളം, കണ്ടില്ലേ? ഈ പൂവിനെ ആമസോണിലൊക്കെ പോയി നോക്കിയപ്പോഴേ എന്താ വില വെച്ചിട്ട് 15 ഗ്രാമിന് 400, 300, 450 രൂപയൊക്കെ വിലയാണ്. ഇതൊക്കെ നമ്മുടെ തൊടുവിലൊക്കെ വെട്ടിക്കളഞ്ഞ് തെങ്ങിൻ്റെ ചോട്ടിലിട്ട് മണ്ണിട്ട് കുഴിച്ചിടും, ആർക്കും കാണാതെ. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതാർക്കും അറിയില്ല അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. പണ്ടുള്ളവർ പറയും മുറ്റത്തും മുല്ലയ്ക്ക് മണമില്ലാണ്. അതേപോലെ നമുക്ക് മുറ്റത്തിൽ നിൽക്കുന്നതിന് ഒരു മണമും ഇല്ല, അതിന് ഒരു മര്യാദയും ഇല്ല. കണ്ടില്ലേ, ഇപ്പം നല്ല കളറായി വന്നിട്ടോ. കണ്ടോ, ഈ പൂവിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഇളകി നല്ല കളറായി വന്നിട്ടോ. നമുക്കിനി ഇറക്കി വെക്കാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു മാജിക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അത് എന്താണെന്ന് കാണാം. ഇത് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, നീല കളറായിക്കണ്. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങയും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നുകൂടി കളറായി വരുവേ. അയ്യ കണ്ടില്ലേ?
നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണമുള്ളവർക്ക് മാത്രമേ ഇട്ടാൽ മതി കേട്ടോ. ഇതിങ്ങനെ കുടിച്ചാലും നമ്മൾ പറഞ്ഞതിൻ്റെ ഗുണം ചെയ്യും. പഞ്ചസാര ഇല്ലാതെ ചിലവർക്ക് കുടിക്കാൻ പറ്റില്ല. ഷുഗർ ഉള്ളവർക്ക് ഇത് പഞ്ചസാര ഇടാതെ കുടിക്കുന്നത് ബെസ്റ്റാണ്. ഇതിന് നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ബ്ലൂ ചായ ആയി. നല്ല അടിപൊളി ബ്ലൂ ചായ ആയി. ചെറുനാരങ്ങ നീര് ഒഴിച്ചപ്പോൾ. ഷുഗറുള്ളവർക്ക് നല്ലപോലെ കുടിക്കാട്ടോ. പഞ്ചസാര ഇടാതെ കുടിച്ചാൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് പിന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കൊഴുപ്പുണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതിനും ഇത് ബെസ്റ്റാണ് കേട്ടോ. മറക്കണ്ട. എവിടെ പൂ കണ്ടാലും എവിടെ ഒരു ചെടി കണ്ടാലും പറിച്ച് മുറ്റത്ത് കൊണ്ടുവന്ന് നട്ട് നല്ലപോലെ ഉണ്ടാക്കി പൂ ഉണ്ടാക്കി പറിച്ച് ഉണക്കി വെച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുക. ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് ഒരു 2 പൂ ഇട്ടാൽ മതി. ഒരാൾക്ക് അത് മതി. അതിനായിട്ട് എല്ലാവരും കുടിക്കണം കേട്ടോ. നമുക്കിത് കുടിച്ച് നോക്കാം. എനിക്ക് ഷുഗറാണേ, അതുകൊണ്ട് ഇവന് പഞ്ചസാര ഇടാൻ വിടില്ല. എന്നാൽ ഞാൻ ഒളിച്ചൊളിച്ച് പഞ്ചസാര കൂട്ടാറുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഇല്ലാതെ കുടിക്കുകയാണേ. വൈകുന്നേരങ്ങളിൽ 4 മണി സമയത്ത് പാടത്ത് നോക്കി ആസ്വദിച്ച് ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതിന് ഭയങ്കര ഒരു രുചിയുമാണ്. കാറ്റും കിളികളെ സൗണ്ടും കാക്കയുടെ സൗണ്ടും കേട്ടിരുന്ന് കുടിക്കാൻ എന്താ രസം വെച്ചിട്ടാ.